വിവാദങ്ങൾക്കിടെ ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറി നിർമ്മിക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവ്. ഒയാസിസിന് നൽകിയത് പ്രാരംഭ അനുമതി എന്നാണ് ഉത്തരവിൽ പറയുന്നത്. പദ്ധതി നടപ്പാക്കുക 4 ഘട്ടമായാണ്. 600 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി. ആർ റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ റോഷിപാൽ, വലിയ വിവാദത്തിലേക്ക് പോകുമെന്നറിഞ്ഞിട്ടും ഇതിനകം വിവാദമായിട്ടും മാറ്റമൊന്നുമില്ല സർക്കാരിന്റെ തീരുമാനത്തിൽ എന്ന് വ്യക്തമാവുകയല്ലേ ഒയാസിസിന് നൽകിയ പ്രാരംഭ അനുമതിയിലൂടെ? സുജയ, ബ്രൂവറി നിർമ്മിക്കാൻ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയത് സംബന്ധിച്ച് പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഉത്തരവ് പുറത്തിറക്കി കഴിഞ്ഞു. കഞ്ചിക്കോട് ഈ കമ്പനിയുടെ കൈവശമുള്ള ഏതാണ്ട് 28 ഏക്കർ ഭൂമിയിലാണ് ഈ 600 കോടി രൂപ ചെലവഴിച്ച് പദ്ധതി നടപ്പിലാക്കുക. 4 ഘട്ടമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അരി ഉൾപ്പെടെയുള്ള ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപയോഗിച്ചാണ് ബ്രൂവറി നിർമ്മാണം നടക്കുക. അതിൽ ഉപയോഗശൂന്യമായ അരി ഉപയോഗിച്ച് നിർമ്മിക്കണമെന്ന നിർദ്ദേശം കൂടി ഉണ്ട്. അതിന് പുറമെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. കാരണം പാരിസ്ഥിതിക നിയമങ്ങൾ കൃത്യമായി പാലിച്ചാണ് ഈ കമ്പനി പ്രവർത്തിക്കുക എന്ന് ഈ ഉത്തരവിൽ പറയുന്നു. അതുപോലെ തന്നെ ജലവകുപ്പ് ആവശ്യമായ ജലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ അനുമതി സർക്കാർ നൽകുന്നത്. മാത്രമല്ല, ആവശ്യമെങ്കിൽ ഈ മഴവെള്ളം ഉപയോഗിക്കാം, ആ കാര്യം കൂടി കമ്പനി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജലലഭ്യതയുടെ പ്രശ്നമില്ല, അത് ജലചൂഷണത്തിന് വഴിയൊരുക്കില്ല എന്ന ഒരു വിലയിരുത്തൽ കൂടി എക്സൈസ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിലുണ്ട്. ഇതൊക്കെ പരിഗണിച്ചാണ് ഇപ്പോൾ പ്രാരംഭ അനുമതി സർക്കാർ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 1 വർഷം പൂർണ്ണമായും പ്രവർത്തിക്കാവുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുക എന്ന് കൂടി പറയും. നേരത്തെ തന്നെ ഈ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് LDF ആ മദ്യനയം രൂപീകരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ബ്രൂവറി ഇത്തരത്തിൽ ഒയാസിസ് എന്ന കമ്പനിക്ക് ബ്രൂവറി നിർമ്മിക്കാനുള്ള അനുമതി നൽകുന്നത്. പക്ഷേ പ്രതിപക്ഷം ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപം ഇതിനോടകം ഉയർത്തിക്കഴിഞ്ഞു. കാരണം പല കമ്പനികൾ സമീപിക്കുമ്പോഴും സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെ ഭാഗമായി ബ്രൂവറിക്ക് അനുമതിയില്ല, നിർമ്മാണത്തിന് അനുമതി നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയായിരുന്നു. പക്ഷേ ഒയാസിസിന് മാത്രം ഇങ്ങനെ അനുമതി നൽകിയതിൽ കൃത്യമായ അഴിമതിയുടെ താല്പര്യമുണ്ട് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഉന്നയിച്ചത്. പ്രതിപക്ഷം ഏതായാലും സഭാ സമ്മേളനം നടക്കുന്നതുകൊണ്ട് ഇത് ആയുധമാക്കി നിയമസഭയിൽ എത്തിക്കാനുള്ള പുറപ്പാടിലാണ്. അതിനിടയിൽ തന്നെ ഇതിൻ്റെ പ്രാരംഭ അനുമതി ഉൾപ്പെടെ നൽകിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. സുജയ. ഓക്കെ, ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.